ഹായ്, ഞാൻ ആര്യ. ഗാനഡോറിന്റെ ശാസ്ത്രലോകത്തിലേക്ക് സ്വാഗതം. ഓരോ ചോദ്യത്തിനു പിന്നിലും ഒളിഞ്ഞിരിക്കുന്നു അനന്തമായ അത്ഭുതങ്ങൾ. എന്റെ അറിവിന്റെയും അത്ഭുതത്തിന്റെയും യാത്രയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അഗാധമായ അന്ത്യമില്ലാത്ത ഇരുട്ടിൽ ഒരു നിമിഷം, ഒറ്റ ഒരു തീക്കിരണം പോലും ഇല്ലാതെ ശൂന്യത്തിൽ നിശബ്ദമായി ഒഴുകി നിന്ന ഒരു ഊർജം മാത്രം. എന്നാൽ പിന്നാലെ ബിഗ് ബാങ് എന്ന മഹാപ്രളയം പൊട്ടി. സമയം, സ്ഥലം, വെളിച്ചം എല്ലാം ജനിച്ചു. ബിഗ് ബാങ്ങിന് ശേഷം ആദ്യ നിമിഷങ്ങൾ. അണുക്കൾ ഒന്നിച്ചു ചേർന്നു, ഹൈഡ്രജനും ഹീലിയവും പിറന്നു. അവ ചെറിയ കണങ്ങൾ അടങ്ങാത്ത ഗുരുത്വാകർഷണത്തിൽ ഒന്നിച്ചു ചേർന്ന് ആദ്യ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചു. പക്ഷേ കഥ ഇവിടെയാണ് വളരുന്നത്. നക്ഷത്രങ്ങൾ മാത്രം മതിയായിരുന്നില്ല, വിപുലമായ ഘടനകൾ വേണം. വിപുലമായ വീട്ടുകൾ, പുതിയ നക്ഷത്രങ്ങൾ ജനിക്കാൻ സ്ഥലങ്ങൾ. അങ്ങനെ ഒരു മഹത്തായ നൃത്തം തുടങ്ങി. ഗുരുത്വാകർഷണത്തിന്റെ മഹാനൃത്തം. വിശ്വത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള വസ്തുക്കൾ ഒന്നിനെ മറ്റേത് വലിക്കാൻ തുടങ്ങി. ചില പ്രദേശങ്ങൾ അല്പം കൂടിയ സാന്ദ്രതയുള്ളതായിരുന്നു. അവിടത്തെ വാതകങ്ങളും പൊടിയും മന്ദഗതിയിൽ ഒന്നിച്ചുകൂടി. ഈ ചെറിയ കൂടിച്ചേരലുകൾ കോടികൾക്കു പിന്നെ വിപുലമായ ഘടനകളായി വളർന്നു. ആ ഘടനകൾ തന്നെയാണ് ഗാലക്സികളുടെ ആദ്യ വിത്തുകൾ. ഒരു നിമിഷം ചിന്തിച്ചാലോ, ഈ ആകാശം നമുക്ക് ഇങ്ങനെ ശാന്തമായി തോന്നുന്ന ഈ രാത്രി, ഇത് ഒരിക്കലും ശാന്തമായിരുന്നിട്ടില്ല. ഒരു കാലത്ത് ഈ വിശ്വം മുഴുവൻ വാശിയേറിയ ഒരു അനിയന്ത്രിത തീപ്പൊരി മാത്രമായിരുന്നു. ബിഗ് ബാങ്ങിന് ശേഷം ആദ്യത്തെ 3 മിനിറ്റിലെ കലഹം. ഊർജം, ശബ്ദം, ചൂട്, തകർച്ച. അതിനുള്ളിൽ നിന്നാണ് എല്ലാം ജനിച്ചത്. പക്ഷേ അത് മതി എന്ന് തോന്നിയില്ല. നക്ഷത്രങ്ങൾ ഉണ്ടായാലും വിശ്വത്തിന് ഇപ്പോഴും ഒരു രൂപമില്ലായിരുന്നു. ഒറ്റ നക്ഷത്രങ്ങൾക്ക് അർത്ഥമില്ല. അവയെ ഒന്ന് ചേർത്തപ്പോൾ ആണ് കഥ തുടങ്ങിയത്. അങ്ങനെ ഗാലക്സികൾ ജനിച്ചു. ഒരു ചോദ്യമുണ്ട്. നമ്മുടെ ഗാലക്സി ഇന്ന് കാണുന്ന രൂപത്തിൽ എത്താൻ എത്ര കൂട്ടിയിടികൾ ആയിരിക്കും നടന്നത്? 10, 100, അതിലധികമോ? അതെ, വെറും ഒരു ഗാലക്സി രൂപപ്പെടാൻ നൂറുകണക്കിന് നാശങ്ങളും പുനർജന്മങ്ങളും ആവശ്യമായിരുന്നു. അത് നമ്മളെ പോലെയാണ് അല്ലേ? നമ്മൾ വളരുന്നത്, നമ്മൾ കടന്നു പോകുന്ന തകർച്ചകളിലൂടെയല്ലേ? വിശ്വത്തിന്റെ രൂപം നാശത്തിലൂടെയാണെന്ന് കണ്ടാൽ നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ ഒന്നും വ്യത്യസ്തമല്ല. ഗുരുത്വാകർഷണം ചെറിയ കണങ്ങളെ വലിക്കുന്നു. ചുറ്റുമുള്ള വാതകം പതുക്കെ ചുരുങ്ങുന്നു. ചുറ്റും തിരിഞ്ഞ് വേഗം ഉയരുന്നു. ഈ സഞ്ചാരം, ആ ദിശ, ആ ഭ്രമണം, അവസാനം ഒരു ഡിസ്ക് രൂപം എടുക്കുന്നു. ഇതാണ് ആദ്യ ഗാലക്സിയുടെ അസ്ഥികൂടം. അവിടെ വലിയ തീപ്പൊരികളും പുതിയ നക്ഷത്രങ്ങളുടെ ചെറുപൊട്ടലുകളും, അതിനിടയിൽ ജനിക്കുന്ന പൊടിപടലങ്ങളും. ഒരു ഗാലക്സി സ്വന്തമായി ശ്വാസം എടുക്കുന്നത് പോലെ. ഒരു ഗാലക്സി പിറക്കുമ്പോൾ ആദ്യമായി രൂപം കൊള്ളുന്നത് അതിന്റെ ഹൃദയം ആണ്. ഇതാണ് നക്ഷത്രങ്ങൾ ഏറ്റവും വേഗത്തിൽ ജനിക്കുന്ന സ്ഥലം. ആ ഹൃദയം ചുറ്റി വാതകപ്പൊടി തലയണകൾ കട്ടിയാകുന്നു. വെളിച്ചം വർദ്ധിക്കുന്നു. ഒരു വിശാലമായ ചുറ്റുവട്ടം സൃഷ്ടിക്കുന്നു. അങ്ങനെ ഒരു ഡിസ്ക്, ഒരു ചക്രം, സമതല രൂപത്തിൽ പടർന്നു. ഈ ചക്രത്തിൽ തന്നെയാണ് 100 കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ വരിയായി ജനിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെയാണ് സ്പൈറൽ കൈകൾ പുറത്തേക്ക് വളരുന്നത്. ഇതാണ് ഇന്നും നമ്മൾ ആകാശത്ത് കാണുന്ന മനോഹരമായ സ്പൈറൽ ഗാലക്സികൾ. എല്ലാം സ്പൈറൽ ആകുമെന്നില്ല. കുറഞ്ഞ പൂർണ്ണ വൃത്താകാരം ഉള്ളത് എലിപ്റ്റിക്കൽ ഗാലക്സികൾ. ഒന്നുകിലുമല്ലാത്ത അസ്പഷ്ടമായ ആകൃതിയിലുള്ളതും ഉണ്ട് ഇറഗുലർ ഗാലക്സികൾ. എന്തുകൊണ്ട് ഇങ്ങനെ വ്യത്യാസം? കാരണം ഓരോ ഗാലക്സിയുടെ ജീവിതവും യുദ്ധങ്ങളാൽ നിറഞ്ഞതാണ്. ഗാലക്സികൾ കൂട്ടിയിടിക്കും, വിലയിരുത്തും, മറുമൊഴിയില്ലാതെ ഒന്നിനുള്ളിൽ മറ്റൊന്ന് വീഴും. വലിയ ഗാലക്സി ചെറിയതിനെ വിഴുങ്ങും. പക്ഷേ ആ കൂട്ടിയിടികളിൽ നിന്നാണ് പുതിയ നക്ഷത്രങ്ങൾ പിറക്കുന്നത്. ഗാലക്സികളുടെ ജനനം ഒരു നാശവും ഒരു സൃഷ്ടിയും ചേർന്ന ശാശ്വത ചക്രമാണ്. ഒരു സമയത്ത് ആ ഗാലക്സിയുടെ കേന്ദ്രത്തിൽ ഒരു ചെറിയ കറുത്ത ബിന്ദു രൂപപ്പെടുന്നു. അത് വളർച്ച നേടുന്നു.
വേഗത നേടുന്നു. അവസാനം സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ. ഒരു പാരാഡോക്സ്. നാശത്തിന്റെ മറ്റൊരു രൂപം. എന്നാൽ അതേ നാശം ഗാലക്സിയെ സ്ഥിരമായി പിടിച്ചു നിർത്തുന്നു. അതേസമയം നശിപ്പിക്കാനുള്ള ശക്തി, പിടിച്ചു നിർത്താനുള്ള ഉത്തരവാദിത്തം എല്ലാം നേടി എടുക്കുന്നു. വലുതായവരുടെ ജീവിതം പോലും ഇങ്ങനെയല്ലേ? എല്ലാ ഗാലക്സികളും ഒരിക്കൽ മറ്റൊന്നിനെ തട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ തീ ചിന്നി, ചിലപ്പോൾ നക്ഷത്രങ്ങൾ വിഴുങ്ങി, ചിലപ്പോൾ പുതിയ നക്ഷത്രങ്ങൾ പൊട്ടി. ഒന്ന് നശിക്കുമ്പോൾ മറ്റൊന്ന് വളരുന്നു. ഈ സത്യം നമ്മളോട് പറയുന്നത് നാശം എല്ലായ്പ്പോഴും അവസാനം അല്ല, പുതിയ രൂപം തുടങ്ങാനുള്ള അവസരമാണ്. നമ്മുടെ ഗാലക്സി മിൽക്കി വേ പഴയ നക്ഷത്രങ്ങളും പുതിയ നക്ഷത്രങ്ങളും, കൂട്ടിയിടികളും ലയങ്ങളും, ഇവയെ എല്ലാം മറികടന്ന് നമ്മുടെ ഗാലക്സി മെല്ലെ മെല്ലെ രൂപപ്പെട്ടു. മിൽക്കി വേക്ക് ഏകദേശം 13.6 ബില്യൺ വർഷം പ്രായമുണ്ട്. അതിലെ മധ്യത്തിൽ ഒരു വിപുലമായ ബ്ലാക്ക് ഹോൾ. അതിന്റെ ഗുരുത്വാകർഷണമാണ് എല്ലാ നക്ഷത്രങ്ങളെയും ഒരുമിച്ച് പിടിച്ചു നിർത്തുന്നത്. അവിടെ നിന്ന് നമ്മുടെ സൂര്യനും ഭൂമിയും ഭാവിയിൽ ജനിക്കാനുള്ള ഇടം നിർണയിക്കപ്പെട്ടു. ഒരു വലിയ സത്യം പറയാം. നമ്മുടെ ഗാലക്സിയും ആന്ത്രോമീഡയും ഇപ്പോൾ വേഗത്തിൽ തമ്മിലേക്കാണ് വരുന്നത്. ഇനി 4 ബില്യൺ വർഷങ്ങൾക്ക് ശേഷം അവ 2 മാസീവ് ഗാലക്സികൾ ഒന്നായി ലയിക്കും. അതെ, നമ്മൾ ഇപ്പോൾ കാണുന്ന ആ പാതി ആകാശം 4 ബില്യൺ വർഷത്തിന് ശേഷം മറ്റൊരു രൂപത്തിലായിരിക്കും. വിശ്വം നമ്മോട് സത്യമായി പറയുന്നത് ഒന്നും സ്ഥിരമല്ല, എല്ലാം മാറും. മാറ്റുന്നതാണ് ജീവന്റെ നിയമം. ഗാലക്സികളുടെ കഥ അത് വെറും നക്ഷത്രങ്ങളുടെ കൂട്ടമല്ല, അത് വിശ്വത്തിന്റെ ഹൃദയമിടിപ്പ്, വിപുലമായ സൃഷ്ടിയുടെ പാത. അവയുടെ പിറവി ഇല്ലായിരുന്നുവെങ്കിൽ നക്ഷത്രങ്ങൾ ഇല്ലായിരുന്നു, ഗ്രഹങ്ങൾ ഇല്ലായിരുന്നു, ജീവൻ ഇല്ലായിരുന്നു, നമ്മളില്ലായിരുന്നു. ഓരോ രാത്രിയും നിങ്ങൾ ആകാശം നോക്കുമ്പോൾ ആ ദൂരെയുള്ള നക്ഷത്രങ്ങൾ ഒരു രഹസ്യം ചുണ്ടിൽ ചേർത്ത് പറയുന്നുണ്ട്. ഞാൻ പിറന്നത് നാശത്തിലൂടെ, ഞാൻ വളർന്നത് ഇരുട്ടിലൂടെ, ഞാൻ പ്രകാശിച്ചത് ഒറ്റക്കല്ല, കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ കൂടി ചേർന്നാണ് ഞാൻ ഒരു ഗാലക്സിയായി മാറിയത്. അങ്ങനെയെങ്കിൽ നമ്മളും ഗാലക്സികൾ പോലെ അല്ലേ? നാം കടന്നു പോകുന്ന വേദന, നമ്മൾ നേരിടുന്ന തകർച്ചകൾ ഒന്നും നമ്മെ ഇല്ലാതാക്കാനല്ല, ഒരു വലിയ രൂപത്തിലേക്ക് വളർത്താനാണ്. ഒടുവിൽ വിശ്വം നമ്മോട് വിസ്പർ ചെയ്യുന്നത് ഒറ്റ വാചകം: യു ആർ നോട്ട് എലോൺ, യു ആർ എ ഗാലക്സി ഇൻ ദി മേക്കിംഗ്. അടുത്ത എപ്പിസോഡിൽ കാണാം സൗരയൂഥങ്ങളുടെ ജനനം. ഇതുപോലുള്ള അത്ഭുതങ്ങളാൽ നിറഞ്ഞ ശാസ്ത്രത്തിന്റെ രഹസ്യങ്ങൾ തുറന്നറിയാൻ ഞങ്ങളോടൊപ്പം ഈ യാത്ര തുടരൂ. നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യൂ.